എൻ്റെ ഭാര്യയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവാനുള്ളൊരു വിദ്യ പറഞ്ഞു തരാമോ? ഇത് കേട്ട പാതി ദൈവം തിരിച്ച് ഒരു ഓഫർ ഇദ്ദേഹത്തിന് കൊടുത്തു. നിനക്ക് 2 വരി പാതയല്ലേ വേണമെന്ന് പറഞ്ഞത്, ഞാൻ 4 വരി പാത ഉണ്ടാക്കി തരാം. ഈ 2 കാര്യങ്ങളൊന്ന് മനസ്സിൽ ഒന്ന് വെച്ചോളൂ. പ്രാർത്ഥനയുടെ ഫലം എവിടെയാണ്, എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്. ഇതിൽ ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒരു എനിക്ക് വേറൊരു നമ്മുടെ ഒരു ലിറ്ററേച്ചറിൽ, നമ്മുടെ എല്ലാത്തൊരു ലിറ്ററേച്ചറിൽ നിന്ന് കിട്ടിയ ഒരു കാര്യമാണ്. അതിൽ ഞാൻ ചില പടങ്ങളും ഒക്കെ വരച്ചെന്നുള്ളൂ. സ്റ്റെപ്പ് 3ഉം 11ഉം പൊതുവെ പറയുന്നത് ആത്മീയതയുടെ 2 തൂണുകളാണ്, അല്ലെങ്കിൽ ആ ഒരു പാലത്തിന്റെ 2 തൂണുകളാണെന്നാണ് പറയുന്നത് സ്വാതന്ത്ര്യത്തിലേക്കുള്ളത്. അതില് ഇതായിട്ട് എഴുതിയിട്ടുണ്ട് 1, 2, 3. അത് ആ 3 പടിയിൽ വിശ്വസിക്കുക എന്നുള്ള ഒരു ഒരു ഇതിലേക്ക് എത്തുന്നു. 4 മുതൽ 10 വരെ പ്രവർത്തി. 12 ആവുമ്പോഴത്തേക്ക് അത് വിശ്വാസത്തിലേക്ക് എത്തുന്നു. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ 1 മുതൽ 3 വരെ ഈ എൻ്റെ ഇച്ഛ എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. 11ാം പടിയിലേക്ക് വരുമ്പോഴത്തേക്ക് ദൈവഹിതം ഉള്ള രീതിയിലേക്കും മാറുന്നതായിട്ട്. കാരണം ഈ ആൽക്കഹോളിക്സ് അനോണിമസിൽ ആദ്യമായിട്ട് വരുന്ന ഒരാളുടെ വിശ്വാസം, അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ഒരു ഹയർ പവർ എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ് ആയിരിക്കില്ല 11ാം പടിയിൽ എത്തുമ്പോഴത്തേക്ക്. വലിയ മാറ്റങ്ങൾ ഈ പടികളിൽ കൂടെ പോകുമ്പോഴത്തേക്ക് വരുന്നതായിട്ട് കാണും. പലപ്പോഴും നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ ഇതിൽ നിങ്ങൾ ഗ്രൂപ്പിനെ വിശ്വസിക്ക്, പിന്നെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ മീറ്റിങ്ങിനെ, ഫെലോഷിപ്പിനെ അതൊരു ഹയർ പവറായിട്ട് കാണുക. അങ്ങനെയൊക്കെയുള്ള ഒരു ബിഗിനിങ് വരികയും അവസാനം ഓരോരുത്തരും ഓരോ ആൾക്കഹോളിക്കും വിശ്വസിക്കുന്ന തരത്തിലുള്ള ഒരു ഹയർ പവർ എന്നുള്ള അചഞ്ചലമായ ഒരു സങ്കല്പത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിലേക്കും ഈ പടികളിൽ കൂടെ പോകുമ്പോഴത്തേക്ക് മാറുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഏറ്റവും ഞാൻ നോക്കുമ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വൊക്കാബുലറിയാണ്, അല്ലെങ്കിൽ ഒരു വാക്കാണ് ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവം എന്നുള്ളത്. ഇത് ഫെയ്ത്തിന്റെ, വിശ്വാസത്തിന്റെ ഏറ്റവും കൾമിനേഷൻ ആയിട്ടുള്ള ഒരിതാണ്. ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു വ്യക്തി പലപ്പോഴും നമ്മളൊരു കൺവെൻഷണൽ സ്പിരിച്വാലിറ്റി അല്ല, അൺകൺവെൻഷണൽ ആയിട്ടുള്ള, അൺഓർത്തഡോക്സ് ആയിട്ടുള്ള ആത്മീയതയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് എയിൽ ഗുരുക്കന്മാരൊന്നുമില്ല, പ്രീച്ചേഴ്സും ടീച്ചേഴ്സും ഒന്നുമില്ല എന്നുള്ളത്. ഇന്നത് ചെയ്യ്, അല്ല ഇന്നത് ചെയ്യെന്നുള്ള കടുംപിടുത്തവും ഞാൻ ആ ഒരു രീതിയിൽ ഈ പ്രാർത്ഥന, ധ്യാനം എന്നുള്ള ഭാഗത്തിലേക്ക് വരുമ്പോഴത്തേക്ക് വിൽസൺ അതിനകത്ത് പറയുന്ന ഒരു വാക്കുണ്ട്, വി നോ ലിറ്റിൽ, ഞങ്ങൾക്ക് കുറച്ചു മാത്രമേ അറിയുള്ളൂ. കാരണം വളരെ സിമ്പിളാണ്. വിൽസൺ നമുക്കറിയാം, ഡോക്ടർ ബോബിന്റെ ഒരു ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തിയല്ലായിരുന്നു. പുള്ളിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വലിയ ധാരണകളും ഇല്ലാത്തത് കൊണ്ട് പുള്ളി ഒരു പ്രാർത്ഥന അതിനകത്തെടുത്തു. പക്ഷെ എന്നാലും വളരെ ക്ലിയർ കട്ട് ഡയറക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം എന്തോ ഒരു വലിയ ശക്തി ഇതിനെ ഈവൻ ഡിനൈ ചെയ്യുന്നവർക്ക് പോലും ഒരു വലിയ രീതിയിലുള്ള ഒരു ഡോർ തുറന്നു കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം നിങ്ങൾ വിശ്വാസം ഉണ്ടോ ഇല്ല, ദാറ്റ്സ് ദ ബിഗിനിങ് എന്നാണ് പറയുന്നത്. അതൊരു തുടക്കമാണെന്ന് തന്നെയാണ് പറയുന്നത്, വിശ്വാസത്തിലേക്കുള്ളൊരു തുടക്കം. അപ്പോഴൊരു ചോദ്യം വരാം, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മെമ്പർഷിപ്പിന് ഈ വിശ്വാസം ഒരു ഘടകമാണോ? ഒരിക്കലുമല്ല. ഡിസൈർ ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ് മാത്രമാണ് നമ്മൾ പറയുന്നത്.
സോബറൈറ്റി എന്നുള്ളത് നമുക്ക് വളരെ സാധ്യമാണ്. എളുപ്പത്തിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മിനിമം ഫെയ്ത്തിൽ അത് ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് എല്ലാവർക്കും സാധ്യമായിട്ടാണ്. പക്ഷെ ഇതിലൊരു പ്രശ്നം വരുന്നത്, ഈ കാര്യം ഞാൻ മറ്റൊരാൾക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും? ഇത് എൻ്റെ മുന്നിലുള്ള ഒരു AM മെമ്പറിന്റെ മുന്നിലുള്ള ഒരു വലിയ ടാസ്ക്കാണ്. ഒരു ദൈവത്തെ ഡിഫൈൻ ചെയ്യുകയും ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻ്റെ ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ല ഹയർ പവർ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊക്കെ ഉള്ളത്. കാരണം ഒരുപാട് ആളുകൾ വരുന്നു, നിൽക്കുന്നു, പോകുന്നു, പല പല കാരണങ്ങൾ. അത് വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, എല്ലാ റിക്കവറി ഫെയിലുവേഴ്സും ന്യൂ കമേഴ്സിന്റെ മാത്രം കുറ്റമാണെന്ന് പറയരുത്. കൃത്യമായിട്ട് നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ഈ ഡൈലമ ഓഫ് ഫെയ്ത്ത് എന്നുള്ളത് കാരണം എൻ്റെ അഗ്രഷനാണ്. ഞാൻ വിശ്വസിക്കുന്ന രീതിയിൽ നീ വിശ്വസിക്കൂ എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയും ഡു ആസ് ഐ ഡു, ഞാൻ ചെയ്യുന്നതിനൊട്ട് ചെയ്യേ. ബിലീവ് ആസ് ഐ ഡു, ഞാൻ വിശ്വസിക്കുന്നതിനൊട്ട് വിശ്വസിക്ക്. അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ പറയുന്ന ഇത് ബിൽ വിൽസണും ഉണ്ടായിരുന്നു. ബെസ്റ്റ് ഓഫ് ബിൽ എന്ന് പറഞ്ഞൊരു ചെറിയ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള 5 or 6 ആർട്ടിക്കിൾസിന്റെ ഒരു ഇതുണ്ട്. ആ കഥയിലേക്ക് അതിനകത്ത് സ്പിരിച്വാലിറ്റിയെ കുറിച്ച് സമയം കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കഥ പറയുന്നുണ്ട്. ബിൽ വിൽസൺ ഒരിക്കലും ഒരു ഡോക്ടറിനെ കാണാൻ പോകുന്നത്, MD ഒക്കെ കഴിഞ്ഞ ഒരു ഡോക്ടറിനെ കാണാൻ പോകുന്നത് അത് മിഡ് വെസ്റ്റ് സിറ്റിയിൽ വെച്ചിട്ടാണ്. അപ്പൊ അവിടെ ഈ ഒരു 12 സ്റ്റെപ്പ് വർക്ക് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ ബില്ലിന്റെ അടുക്കൽ ചോദിച്ചതായിട്ടാണ് പറയുന്നത്. ഒരുപാട് സംശയങ്ങൾ ചോദിച്ചു. പക്ഷെ ബില്ലിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു അയാൾ ഒരു അഗ്നോസ്റ്റിക് ആണ്, അല്ലെ എത്തിസ്റ്റ് ആണ് എന്നൊക്കെ സംശയിച്ചു. അപ്പം ബിൽ വിൽസൺ ഉടനെ പുള്ളിയുടെ സ്പിരിച്വൽ എക്സ്പീരിയൻസും ഒക്കെ പറയാൻ തുടങ്ങി. അയാൾ ഉടനെ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു എനിക്കും ഇങ്ങനെയൊക്കെ ആവാൻ ആഗ്രഹമുണ്ട്. അപ്പം ബിൽ വിൽസൺ അന്നേ അയാളെ ജഡ്ജ് ചെയ്തു, ആ ന്യൂ കമറിനെ. കുറെ വർഷങ്ങൾക്ക് ശേഷം ബിൽ വിൽസൺ അയാളുടെ ഭാര്യയെ കണ്ടു. അപ്പോഴത്തേക്ക് ഈ ഡോക്ടർ മരിച്ചുപോയി. ഇത് ഇതിനകത്തുള്ള ഈ ആർട്ടിക്കിളിലുള്ള കഥ തന്നെയാണ്, അതിൻ്റെ ഒരു സംക്ഷിപ്തമാണ് ഞാൻ പറയുന്നത്. അയാളെ കുറിച്ച് പറയുന്നത്, ബിൽ വിൽസൺ പറയുന്നത്, അയാള് ബോസ്റ്റണിൽ ജനിച്ച് ഹാർഡ്വാർഡിൽ നിന്ന് മെഡിക്കൽ ഡിഗ്രി പാസ്സായ വളരെ ബുദ്ധിമാനായ ഒരു ഡോക്ടറായിരുന്നു. അയാളുടെ പിന്നെ പ്രൊഫഷണൽ വലിയ പ്രസിദ്ധിയുള്ള ആളായിരുന്നു. പക്ഷേ അയാൾ വളരെ മോശം അന്തരീക്ഷമുള്ള ഒരു കമ്പനിയിലെ തൊഴിലാളികളുടെ ഡോക്ടറായിട്ട് അവിടെയാണ് ജോലി ചെയ്തത്. എന്നിട്ട് വൈഫ് പറയുന്നതായിട്ട് പറയാണ്, എൻ്റെ ഭർത്താവ് ആരെക്കുറിച്ചും കുറ്റം പറഞ്ഞ് ഞാൻ കേട്ടിരുന്നില്ല, കംപ്ലൈന്റ് ചെയ്തിട്ടില്ല മനുഷ്യൻ. അവസാന നാളായപ്പോഴത്തേക്ക് ഡോക്ടറെ ഉള്ളിലോട്ട് തന്നെ ഒതുങ്ങിക്കൂടി. പലപ്പോഴും പുറത്തൊക്കെ പോകാൻ പോലും ഭാര്യയുടെ അടുക്കൽ മടി കാണിച്ചു. പിന്നീടാണ് ഭാര്യ അറിയുന്നത്, കൂടെ ജോലി ചെയ്യുന്ന വേറൊരു ഡോക്ടറിന്റെ ചോദിച്ചപ്പോൾ, കാരണം ഇയാൾക്കൊരു അസുഖം ഉണ്ടായിരുന്നു, വലിയൊരു ഹാർട്ടിന് അസുഖം ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞത്, എന്നെ ഓർത്ത് നിന്നെ പോലുള്ള നല്ല ആളുകൾ സങ്കടപ്പെടുന്നത് എനിക്ക് കാണാൻ താല്പര്യമില്ല. ഇയാളിൽ എന്താണ് ബിൽ വിൽസൺ കണ്ടെന്ന്, ഇയാളിൽ വളരെ പ്ലെയിൻ ആയിട്ട് കണ്ടൊരു കാര്യം പുള്ളി പറഞ്ഞു, ക്ഷമ, ശാന്തത, ധൈര്യം, തമാശ. ഇയാളോടാണ് ബിൽ വിൽസൺ കയർത്ത് സംസാരിച്ചത്. ഈ വിശ്വാസം ഇല്ലാത്തവെന്നുള്ള രീതിയിലൊക്കെയാണ് ബിൽ വിൽസൺ സംസാരിച്ചത്. ശരിയാ, ബിൽ വിൽസൺ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ പുള്ളി വിവേകത്തിന്, വിനയത്തിന് ഒരു ഇമ്പോർട്ടൻസും കൊടുത്തില്ല. വളരെ പ്രൈഡ് ആയിട്ടാണ് വിൽസൺ എന്നിട്ട് പറയുന്നുണ്ട്, എന്നിലൊരു വെളിച്ചമില്ലാതെ ഞാൻ എങ്ങനെ വേറൊരാൾക്ക് വെളിച്ചം കൊടുക്കുന്നത്? ഇതാവും പലരും നിൽക്കാതെ പോകുന്നത്. ഞാൻ എൻ്റെ മെസ്സേജ് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത്തിരി ഇതായിട്ട് വേണം,
ചില ആൾക്കാരുടെ അടുക്കൽ ചെല്ലുമ്പോൾ തന്നെ ഔട്ട്സൈഡ് നമുക്ക് അവിടെ ഒരു 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 ശാന്തത അനുഭവപ്പെടുന്നതായിട്ട് ചിലപ്പോൾ പള്ളികളിലോ ദേവാലയങ്ങളിലോ പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുക്കലൊക്കെ ചെല്ലുമ്പോൾ ഒരു ശാന്തത അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ. അപ്പം ഈ ഈ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അധ്യായം പ്രെയർ ആൻഡ് മെഡിറ്റേഷൻ അതിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്ന ഒരിതായതുകൊണ്ടാണ് ഒരല്പം ഒരു ഇതായിട്ട് ഈവൻ എന്നെ സംബന്ധിച്ചാണെങ്കിലും ഞാൻ പറയണ ഈ 3-ാം പടിയിൽ ഞാൻ എത്തിയപ്പോൾ ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആയ ഒരു കാര്യമാണ്. 3-ഉം 11-ഉം തമ്മിലുള്ള ഒരിതാണ് പറയുന്നത്. കാരണം ഇച്ഛകളും ജീവിതവും ആ വാക്കുകളൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ ഭാഗം ഇച്ഛകളും ജീവിതവും കൊടുക്കുന്ന ഒരിത് എനിക്ക് വളരെ കൺഫ്യൂഷനായി. എന്നെ സംബന്ധിച്ച് ഒരു ആൾക്കാർക്ക് എനിക്ക് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആണ് എനിക്ക് ആവശ്യം. അല്ലെങ്കിൽ ഒരു 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 കോൺട്രാക്ട് എനിക്ക് ഞാൻ വിശ്വസിക്കുന്ന ദൈവമായിട്ട് വേണം. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ ഉത്തരവാദിത്വം, എൻ്റെ റെസ്പോൺസിബിലിറ്റി, എന്നിട്ട് ദൈവം എന്ന് പറഞ്ഞ പേര് ആ പുള്ളിയുടെ റെസ്പോൺസിബിലിറ്റി എഴുതും. എന്നിട്ടൊരു കോൺട്രാക്ട് എന്നുള്ള രീതിയിലൊന്ന് നോക്കി എൻ്റേതല്ലാത്ത റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നത് ഈ കാര്യങ്ങൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഈഗോ വളരെ വലുതായിരുന്നു. കൺട്രോൾ പീപ്പിൾ, ഈ കാര്യങ്ങൾ. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു എനിക്കെല്ലാം സാധിക്കും എന്നുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ ഈ പ്രശ്നങ്ങൾ എനിക്ക് റെസ്പോൺസിബിൾ അല്ലാത്ത ഇവിടെ എല്ലാം ദൈവം റെസ്പോൺസിബിൾ ആവണം. ഈ കൺട്രോൾ പീപ്പിള്. അപ്പം എന്നിൽ നിന്ന് പുറത്തുള്ളതിനെല്ലാം ദൈവം റെസ്പോൺസിബിൾ ആണെന്നുള്ള ഒരു ചിന്താഗതി എന്നിലുണ്ട്. അപ്പോൾ തിരിച്ച് ഞാനൊന്ന് ആലോചിച്ചു. അപ്പോൾ എന്നിലും എൻ്റെ ഉള്ളിലുള്ളതിനെന്താണ് റെസ്പോൺസിബിലിറ്റി? എൻ്റെ ഇമോഷൻസ്, എൻ്റെ ചിന്തകൾക്ക്, എൻ്റെ വികാരങ്ങൾക്ക്, ഫീലിങ്സിന് അവ പലപ്പോഴും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഈ ക്യാരക്ടർ ഡിഫക്ട്സിൻ്റെ ഇത് മനസ്സിലാക്കുന്നത്. എൻ്റെ ദൈവം അത് മാറ്റുന്നു. എൻ്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളെ മാറ്റുവാൻ അദ്ദേഹത്തിൻ്റെ സഹായം ആവശ്യമാണ്. അപ്പോൾ ആകെ എനിക്ക് കൺട്രോൾ ഉള്ളത് ഒരു കാര്യത്തിലേ ഉള്ളൂ, എൻ്റെ ആക്ഷനിൽ മാത്രം. അതിലെനിക്ക് കൺട്രോൾ ഉണ്ട്. എൻ്റെ പ്രവൃത്തിക്ക് ഞാൻ റെസ്പോൺസിബിൾ ആണ്. ദൈവം മറ്റെല്ലാത്തിനും റെസ്പോൺസിബിൾ ആണ്. ഇത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാനും ദൈവവുമായിട്ടുള്ള ഈ കോൺട്രാക്ട്, ഒപ്പിട്ട ഈ കോൺട്രാക്റ്റിൽ അത് വയലേറ്റ് ചെയ്യുന്നത് മിക്കവാറും ഞാൻ തന്നെയാണ്. അതിന് ഒരു മാർഗമാണ് ഞാൻ കണ്ടത്. എൻ്റെ ആക്ഷനെ കൺട്രോൾ ചെയ്യുക, ആക്ഷനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക, ഒരു തീരുമാനമെടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു 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 കഴിവ്, അത് മനസ്സിലാക്കി. ഇനിയും സ്റ്റെപ്പ് 11 കുറിച്ച് ഒന്ന് മനസ്സിലായ ഒരു കാര്യം ഷെയർ ചെയ്യാമെന്ന് കരുതി. പൊതുവെ ആൽക്കഹോളിക്സ് അനോണിമസിൽ 11-ാം പടിയെ പറയുന്നത് ഒരു സ്പിരിച്വൽ സ്റ്റെപ്പ് എന്നാണ് പറയുന്നത്. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളുടെ 1 മുതൽ നമ്മൾ വന്ന് 10-ാം പടി വരെ, അവിടെ വരെ വരുമ്പോഴത്തേക്ക് നമ്മളുടെ ദൈവത്തെ പറ്റിയുള്ള എൻ്റെ മനസ്സിലാക്കൽ, അണ്ടർസ്റ്റാൻഡിങ് ഇംപ്രൂവ് ചെയ്യുന്നു. ഞാൻ ഇംപ്രൂവ് എന്നുള്ള വാക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. 100% മനസ്സിലാക്കുന്നു എന്നുള്ളതല്ല പറഞ്ഞു. അപ്പൊ 1 മുതൽ 10 വരെയുള്ള പടികൾ ഈ 11-ാം പടിയിലേക്കുള്ള ഒരു ഒരുക്കമാണ്, പ്രിപ്പറേഷനാണ്. ആദ്യത്തെ ഇത് നമ്മൾ ഈ ഒരു സ്ക്രീൻ ഷെയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 3 പടികൾ നമ്മളൊരു ഹയർ പവറിനെ ഒരു കണ്ടീഷനും ഇല്ലാതെ വിശ്വസിപ്പിക്കാനായിട്ട് ഒരുക്കി നിർത്തി. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ
ഞാൻ സുബോധവാനാവാൻ നമ്മളിൽ പലരും ഈ പടിയിൽ വരുമ്പോൾ ഈ നമ്മൾ ഒരുക്കുന്നത് മാത്രമേ ഉള്ളൂ. 1 മുതൽ മനസ്സിലാക്കിയ നമ്മൾ 1 മുതൽ 3 വരെ ഉള്ളത് മനസ്സിലാക്കിയ ഒരു കൺസെപ്റ്റ് അല്ല. നമ്മൾ വേറൊരു തലത്തിലേക്കാണ് പിന്നീട് പോകുന്നത്. ആക്ഷൻ സ്റ്റെപ്സിലേക്ക് വന്നിട്ട് നമ്മൾ വേറൊരു തലത്തിലേക്ക്. അതുകൊണ്ടാണ് വീണ്ടും പറഞ്ഞത്, ഒരു പക്ഷേ തുടക്കത്തിൽ അല്ലെ ബിഗിനിങ്ങിൽ ഒരു ന്യൂ കമ്മറിന്റെ അടുക്കൽ സ്പിരിച്വൽ ദൈവസങ്കല്പം ഇവ പറഞ്ഞാൽ പുതുമക്കാർ ന്യൂ കമേഴ്സ് വീണ്ടും വരുവാൻ വളരെ സാധ്യത കുറവാണ്. ആദ്യത്തെ 3 പടി നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. എന്താണ്, ആരാണ് എൻ്റെ HP, എന്ത് സഹായമാണ്, എന്ത് സോഴ്സാണ് എന്നിൽ നിന്നും വലുതായിട്ടുള്ള ശക്തി. പക്ഷെ ഇങ്ങനെയൊക്കെ പോകുമ്പോഴും ഒരു ചിന്ത വരാറുണ്ട്, എനിക്കൊരു ഒരു ഒരു എന്തോന്നാണ് ഒരു സ്പിരിച്വൽ ഗാർബോ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഒരു പരിവേഷമൊന്നുമില്ല. ഞാനൊരു തീരുമാനമെടുത്തു, ഒരു വലിയ ശക്തിയിൽ വിശ്വാസത്തോടെ വരുന്നില്ല. ആ ഹയർ പവറിനെ ദൈവമെന്ന് വിളിക്കാനും ഞാൻ ഒരു തീരുമാനമെടുത്തു. 11ാം പടി മനസ്സിലാക്കാൻ ഒരു പക്ഷേ ചിലപ്പോൾ സമയം കൂടുതലെടുക്കുന്നു. 11ാം പടി നമ്മൾ പറയാറുണ്ട് ഗ്രോത്ത് സ്റ്റെപ്പാണ്, ലൈഫ് ടൈം സ്റ്റെപ്പാണ്, മെയിൻ്റനൻസ് സ്റ്റെപ്പാണ്, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഡെയിലി പ്രാക്ടീസ് കൊണ്ട് മാത്രം, അപ്പം തുടക്കത്തിൽ എന്താ പറയുക, അത് വളരെ ഈസി ആയിട്ട് തോന്നുവാൻ പ്രയാസമായിരിക്കും. ചിലർക്കത് വളരെ എളുപ്പമായിരിക്കാം. പക്ഷെ ബിഗ് ബുക്കിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരാൾ നമ്മൾ റെസ്പോൺസിബിലിറ്റി ദൈവത്തെ വിശ്വസിക്കുന്നില്ല. അപ്പം ഒരു ചോദ്യം, ഒരു പക്ഷേ ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ വില്ലിങ്നെസ് ഉണ്ടോ? അപ്പോഴും ഒരു കൺഫ്യൂഷൻ വരും. എനിക്ക് അത്ര കൃത്യമായിട്ടൊന്നും പറയാം, അത്ര ഷുവർ അല്ല. അടുത്ത ചോദ്യം, വില്ലിങ്നെസ് കഴിഞ്ഞു, നിങ്ങൾക്കൊരു തുറന്ന മനസ്സുണ്ട്, ഓപ്പൺ മൈൻഡ്നെസ് ഉണ്ടോ? ദൈവം സഹായിക്കും, അല്ലെങ്കിൽ ദൈവം എന്നുള്ള സങ്കല്പം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതിനുള്ളൊരു സാധ്യതയ്ക്ക് അതൊരു പക്ഷേ സാധ്യമുള്ള കാര്യമാണ്. അപ്പോൾ വളരെ രസകരമായിട്ടൊരു ഒരാളുടെ ഒരു ഷെയറിങ്ങിൽ കേട്ടതാണ്. ഒരു കാര്യം ചെയ്യ്, പുള്ളി പറയുന്നതാണ്, നിങ്ങൾ ഒരു ഷീറ്റ് പേപ്പർ എടുക്കണം. നിങ്ങളുടെ വിചാരിക്കുന്ന ഒരു ദൈവസങ്കല്പത്തെ കുറിച്ച് എന്തെല്ലാം ആട്രിബ്യൂട്ട്സ്, എന്തെല്ലാം കഴിവുകളാണ് ഉള്ളത്, ഒരു ഡിസ്ക്രിപ്ഷൻ, നിങ്ങൾ ഏത് രീതിയിലാണ് ദൈവത്തെ കാണാൻ താല്പര്യപ്പെടുന്നത്, അത് സങ്കല്പിച്ചുകൊണ്ട് എന്ത് ക്വാളിറ്റീസ് ആണ്, എന്ത് വിശേഷങ്ങളാണ് നിങ്ങൾ കാണാൻ സാധിക്കുന്നത് എഴുതാൻ പറ്റും. അപ്പോൾ പലപ്പോഴും ഞാൻ KAയിൽ വരുന്ന സമയത്ത് ഞാൻ പിന്നെ ചില കമ്മ്യൂണിസ്റ്റും ഇപ്പോഴും മനസ്സിലുണ്ട് ഒരു ചിന്താഗതിയും, അപ്പം എല്ലാം ശാസ്ത്രത്തിൽ തന്നെ വിശ്വസിച്ചുകൊണ്ടിരുന്ന സയൻസ്. അപ്പോഴും പറയുന്നുണ്ട്, നിങ്ങളെങ്കിൽ യു ബിലീവ് ഇൻ സയൻസ്. അത് നിങ്ങളുടെ ഒരു ബുക്കിനകത്ത് പറയുന്നില്ല, ഒരു നമ്മളുടെ കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ ഒന്ന് മാറ്റി പറഞ്ഞതേ ഉള്ളൂ. ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ശാസ്ത്രമാണ് എൻ്റെ ദൈവം. നമ്മൾ പിന്നെ ഗോഡ് എന്ന് പറയാം, ഗുഡ് ഓർഡർലി ഡയറക്ഷൻ, ഒരു നല്ല ഡയറക്ഷൻ തരുന്നത് ആണ് ദൈവം. അപ്പൊ ഈ റീസൺ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക. ദൈവം ഉണ്ടെന്നും അല്ലെ ദൈവം ഇല്ലെന്നും പ്രൂവ് ചെയ്യുക അസാധ്യം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ചില മിസ്റ്റിക്സിനും അങ്ങനെ സെയിൻസിനും ഒക്കെ പറ്റിയെന്നിരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ലോകത്തുള്ള മിക്കവാറുമുള്ള ഫിലോസഫിക്കൽ ടെക്സ്റ്റുകൾ, തത്വശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള അല്ലെ റിലീജിയസ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ മുഴുവൻ പറയുന്നുണ്ട്, ഈ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോയാൽ പ്രയോജനം ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു ശരിക്കും ഒരു സ്പിരിച്വൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സ്പിരിച്വൽ അഡ്വഞ്ചർ എന്നൊക്കെയാണ് പല പുസ്തകങ്ങളിലും പറഞ്ഞത്. ഇതൊരു വലിയ ഒരു ദുർഘടം പിടിച്ച യാത്രയാണ്, എന്തോ
എന്തോ വാഴ്ത്താരിയുടെ മുകളിൽ കൂടെ നടക്കുന്ന, അതൊക്കെ വലിയ കാട് കയറിയിട്ടുള്ള, നമുക്ക് അത്രത്തോളം ഞാൻ ആദ്യം പറഞ്ഞത് അൺകൺവെൻഷണൽ സ്പിരിച്വാലിറ്റിയാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് എന്നെ പഠിപ്പിക്കുന്നത് ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ സമൂഹത്തിലും കുടുംബത്തിലും ബാക്കിയുള്ളവരുടെ എന്നോട് സഹകരിക്കുന്നവർ പെരുമാറാനാണ്. അതിനപ്പുറത്തേക്കുള്ളൊരു ഇത് ഞാൻ കാണുന്നില്ല. അതൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു ജേർണിയാണ്, ഇൻഡിവിജ്വൽ ജേർണിയാണ്. പക്ഷെ ഈ കാര്യങ്ങൾ ഒരു ആൽക്കഹോളിക്കായ എനിക്ക് എൻ്റെ റിക്കവറിക്ക് ഗോഡ്സ് വിൽ എന്താണെന്ന് മനസ്സിലാക്കി. ഗോഡ്സ് വിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പ്രൈമറി ആയിട്ട് ഹലോ ഹലോ കേൾക്കാവോ ഷിബു? ഹലോ അപ്പൊ ഒരു സ്പിരിച്വൽ, അപ്പൊ പ്രൈമറി ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ റിക്കവറിയെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഉള്ള എൻ്റെ ആക്ഷൻസ്, അതാണ് ഞാൻ ദൈവഹിതമായിട്ട് കാണുന്നത്. അപ്പൊ എൻ്റെ റിക്കവറിക്ക് വേണ്ടി ഞാൻ 10-ാം പടിയുടെ അവസാനം പറയുന്നൊരു വാചകമുണ്ട്, നമ്മൾ കൂടുതൽ മുന്നോട്ട് പോവേണ്ടിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം കൂടുതൽ ആക്ഷൻ ആവശ്യമുണ്ട്. ഇനിയും വരുന്നതാണ് എന്താണ് പ്രാർത്ഥന, എന്താണ് ധ്യാനം, എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം, ധ്യാനിക്കണം. അത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. കാരണം നമ്മുടെ 12 സ്റ്റെപ്പ് ആൻഡ് 12 ട്രഡീഷൻ ബിഗ് ബുക്കും ക്ലിയർ കട്ട് ഡയറക്ഷൻ തന്നിട്ടുണ്ട് എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം ഉള്ളത്. പിന്നീടുള്ളത് ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ 12 സ്റ്റെപ്പ് ആൻഡ് 12 ട്രഡീഷനകത്ത് നിന്ന് അതിൻ്റെ കാതലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഒന്ന്, 12 സ്റ്റെപ്പ് ആൻഡ് 12 ട്രഡീഷൻ പേജ് 96 തുടങ്ങുന്നത് ഫസ്റ്റ് വാചകം, പ്രയർ ആൻഡ് മെഡിറ്റേഷൻ ആർ അവർ പ്രിൻസിപ്പൽ മീൻസ് ഓഫ് കോൺഷ്യസ് കോണ്ടാക്ട്. പുസ്തകത്തിൽ പറഞ്ഞ കാര്യമാണ്, ആ പരമപ്രധാനമായിട്ടുള്ള ഉപകരണമാണ് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത്. ഇതില് 3 കാര്യങ്ങൾ വരുന്നുണ്ട്. പ്രാർത്ഥനയും ധ്യാനവും നമ്മുടെ സെൽഫ് എക്സാമിനേഷൻ, 3 കാര്യങ്ങൾ ഇതിനകത്ത് ചേർന്ന് വരും. നമ്മൾ എന്തുകൊണ്ടാണെന്നുള്ള നമ്മുടെ ആ പ്രാർത്ഥനയുടെ ഭാഗങ്ങളിലൊക്കെ നമ്മൾ പറയുന്ന ഒരു, പിന്നെ എന്തുകൊണ്ടാണ് ആൾമോസ്റ്റ് 12 സ്റ്റെപ്പ് ആൻഡ് 12 ട്രഡീഷനിൽ പേജ് 97 തന്നെ പറയുന്നത്, ആൾമോസ്റ്റ് ഓൺലി സ്കോഫേഴ്സ് അറ്റ് പ്രയർ ആർ ദോസ് ഹു നെവർ ട്രൈഡ് ഇറ്റ്. ഇത് പരിശീലിക്കാത്തവർ മാത്രമാണ് ഇതിനെക്കുറിച്ച് കുറ്റം പറയുന്നത്. നമ്മൾ ഒരു കാര്യം പിന്നെ പ്രാർത്ഥനയ്ക്ക് ഇന്ന ഫലമുണ്ട്, ഫലമില്ല എന്നുള്ളത്, അപ്പം എന്തോ ആസ്കിങ് പ്രയർന്നും ഒക്കെ പറയുന്ന ആ രീതിയിൽ ഉള്ള പ്രാർത്ഥനയുടെ ഫലം. അപ്പൊ അതൊന്ന് പരീക്ഷിച്ച് നോക്കും. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇലക്ട്രിസിറ്റി എന്താണെന്ന്, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ പഠിക്കും. ഇലക്ട്രിസിറ്റി എന്നുള്ളത് വൈദ്യുതി എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോൺസിന്റെ ഒഴുക്കാണ്. അപ്പൊ അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്ന് നമ്മൾ എഴുതും. അത് അറിയണമെന്നുണ്ടെങ്കിൽ ലാബിൽ പോകണം. നെഗറ്റീവും പോസിറ്റീവും ബാറ്ററിയൊക്കെ വെച്ച് നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇത്രയേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കിയ സയൻസും ഒക്കെ ആണെങ്കിൽ. ഞാൻ ഡിനേ ചെയ്യുന്നതിന് മുമ്പ് ഒരു ക്ലിയർ കട്ട് ഡയറക്ഷൻ എനിക്ക് തന്നിട്ട്, ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ രീതിയിൽ എത്തുമെന്ന്. ഈ രീതിയിൽ ഞാൻ ഇതൊന്ന് ശ്രമിച്ചു നോക്കിയിട്ട് എത്തിയില്ലെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും എനിക്കത് ഡിനേ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അടുക്കൽ പോലും, അതിൻ്റെ പരീക്ഷണത്തിന് പോലും തയ്യാറാവാതെയാണ് ഞാൻ പറയുന്നത് ഇതിനൊരു ഫലം ഇല്ല എന്നുള്ളത്. പിന്നെയും ഇങ്ങോട്ട് വരുമ്പോഴും ആസ് വിൽ സീസ് ഇറ്റ് വളരെ നല്ലൊരു പുസ്തകമാണ്. അതിനകത്ത് 264-ാമത്തെ പേജിൽ പറയുന്ന ഒരു കാര്യം, the chances are better than even that we shall locate our trouble in our misunderstanding or neglect of step 11. ഈ പടിയെ, 11-ാം പടിയെ നമ്മൾ ഒഴിവാക്കുകയോ തെറ്റായി ധരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകാം. സ്റ്റെപ്പ് 11, പ്രയർ ആൻഡ് മെഡിറ്റേഷൻ ആൻഡ് ഗൈഡൻസ് ഓഫ് ഗോഡ്. വീണ്ടും പറയുന്നു, the other steps can keep
മോസ്റ്റ് ഓഫ് us sober ആൻഡ് സംഹൗ ഫങ്ഷനിങ്. ബാക്കിയുള്ള പടികൾ നമ്മളെയൊക്കെ മിക്കവാറും എല്ലാവരെയും സോബറായിട്ട് നിർത്താനും ഒരു മാതിരി രീതിയിലൊക്കെ നമ്മളെ ഫങ്ഷൻ ചെയ്യാനും സാധിക്കും. ബട്ട് സ്റ്റെപ്പ് 11 ക്യാൻ കീപ്പ് us ഗ്രോയിങ്. പക്ഷേ 11-ാം പടിയാണ് നമ്മളെ വളർച്ചയിലേക്ക് എത്തിക്കുന്നത്. ഇഫ് വി ട്രൈ ഹാർഡ് ആൻഡ് വർക്ക് ഇറ്റ് കണ്ടിന്യൂലി, തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞ്. ഇത് ഒരുപാട് സമയമില്ലാത്തതുകൊണ്ട് അതിനകത്ത് പെട്ടെന്നതായിട്ടുള്ള കാര്യങ്ങൾ. പിന്നീട് ഇനിയും പ്രാർത്ഥനയുടെ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു കാര്യം മനസ്സിലാക്കിയത്, എനിക്ക് രസകരമായിട്ട് തോന്നിയ 2 കാര്യങ്ങളിലൂടെ പറഞ്ഞു ഞാൻ പറയാം. ദൈവം എൻ്റെ പ്രാർത്ഥനകൾക്കെല്ലാം ആൻസർ തരുന്നു എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. പക്ഷേ പലപ്പോഴും ഞാനും ഒക്കെ എൻ്റെ പ്രാർത്ഥനകളൊന്നും കേൾക്കുന്നില്ല, വളരെ കംപ്ലൈൻ്റ് ആയിട്ട് വരാറുണ്ട്. ഇത് ശരിയല്ല എന്നുള്ളത് പിന്നീട് മനസ്സിലായി. എല്ലാ പ്രാർത്ഥനകൾക്കും ആൻസർ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും പറയാണ് ഹൃദയത്തിൽ നിന്നുള്ള ഹംബ്ലി ആസ്കിങ് ടു റിമൂവ് ഷോർട്ട് കമ്മിങ് എന്നുള്ളത്, അത് ഹൃദയത്തിൽ നിന്ന് തന്നെ വരണം. അതിനെ ഒരുക്കിക്കൊണ്ടുവരുന്ന ഒരു 10-ാം പടി എത്തുമ്പോഴത്തേക്ക്. പക്ഷെ ഒരു പുസ്തകത്തിൽ വായിച്ചൊരു കാര്യം കൂടെ പറയും, 4 രീതിയിൽ ദൈവം ആൻസർ ചെയ്യുമെന്നാണ് പറയുന്നത് എൻ്റെ ആസ്കിങ് പ്രേയേഴ്സ് അല്ലെ പ്രേയേഴ്സ്. ഒന്ന്, യെസ്, ഞാനൊരു കാര്യം ചോദിച്ചു, ശരി. അപ്പോഴെന്താ ഞാൻ ചെയ്യുന്നത്? ദൈവത്തിന് വളരെ നന്ദി പറയും. ഓ, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കത് ശരിയായി, എനിക്ക് ഒരു പ്രൊമോഷൻ കിട്ടണമെന്ന് പറഞ്ഞു, ഞാൻ പോയി ടെസ്റ്റിന് പോയി, പ്രൊമോഷൻ കിട്ടി. പ്രാർത്ഥിക്കുകയും ചെയ്തു. ഓ, ശരി. പക്ഷെ ചില സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മറുപടി നോ എന്നായിരിക്കും. ഇപ്പോഴിത് കിട്ടില്ല, പിന്നീട് ഒരു ചാൻസ്, വെയിറ്റ്, ക്ഷമിക്കാൻ പറയും. പിന്നീട് ഇതിനേക്കാളും നല്ലത് നിനക്ക് ഞാൻ തരാം. ഈ 2 നോ വെയിറ്റ് എന്നോ ഹിയർ ഈസ് സംതിങ് ബെറ്റർ, ഈ 3 അവസരം വരുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഫെയ്ത്തിനെ ടെസ്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇത്. ഹാപ്പിയാണ്, യെസ് എന്ന് പറയുമ്പോൾ ഹാപ്പിയാണ്, ദൈവത്തിനെ സ്മരിക്കും, വളരെ ലവിങ് ഗോഡാണ്, ഇതാണെന്നൊക്കെ പറയും. നോ നോ നെവർ, ഹിയർ ഈസ് സംതിങ് ബെറ്റർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ദ ടെസ്റ്റിംഗ് പോയിന്റ്. എൻ്റെ വിശ്വാസത്തിൻ്റെ വളരെയധികം ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അളവുകോലാണ്. പലപ്പോഴും ഞാൻ ദുബായിൽ ആദ്യം പോകുന്നത്, ഞാൻ ആരെ അറിയിക്കാതെ എൻ്റെ ഒരു സെൽഫിൻ്റെ പുറത്ത് ഒരാൾക്ക് ഇച്ചിരി പൈസ കൊടുത്ത് അവിടെ പോവുകയും ആ ജോലി വളരെ പെട്ടെന്ന് തന്നെ 1-2 മാസം കഴിയുമ്പോൾ എനിക്ക് തിരികെ വരേണ്ടി വരികയും ചെയ്തു. എനിക്കൊരു വലിയ ഗുണം കിട്ടി. ഞാൻ തിരിച്ചു വന്നത്, ഞാൻ ശ്രീലങ്ക വഴിയാണോ, ശ്രീലങ്കയിൽ വന്ന് ഒരു 15 ദിവസം എൻ്റെ സ്പോൺസറിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കാനും ഒന്നുകൂടെ പ്രോഗ്രാം വർക്ക് ചെയ്യാനും എനിക്ക് അവസരം കിട്ടി. ഞാൻ അവിടുന്ന് തിരിച്ച് ട്രിവാൻഡ്രത്തെത്തി. 4-ാമത്തെ ദിവസം ഞാൻ പോലും അറിയാതെ എനിക്ക് ദുബായിൽ നിന്ന് ഒരു കമ്പനിയുടെ ഓണർ എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. വിതിൻ വീക്ക് എനിക്ക് വിസയും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം, ഞാൻ വിചാരിക്കാത്ത ഒരു നല്ല പൊസിഷനിൽ ഒരു ജോലി കിട്ടുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ഒരു ഫെയ്ത്തിനെ വളരെയധികം ബുദ്ധിമുട്ടിയ ഒരു കാര്യമായിരുന്നു ആ ജോലി നഷ്ടപ്പെട്ടത്. പക്ഷെ അത് എൻ്റെ സ്പോൺസറുമായിട്ട് ഞാൻ വർക്ക് ചെയ്തപ്പോഴത്തേക്ക് പുള്ളിയുടെ കാര്യങ്ങളും പുള്ളി എന്നൊക്കെ പറഞ്ഞത് സംതിങ് ബെറ്റർ, എന്തോ നല്ലത് വരാനുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷെ പെട്ടെന്ന് അത് കാണാൻ പറ്റിയില്ല എന്നുള്ളത് അത് എൻ്റെ കുഴപ്പമാണ്. എൻ്റെ ആ 11-ാം പടി എന്നുള്ള, അല്ലെങ്കിൽ ആ പ്രാർത്ഥന എന്നുള്ളത് ഞാൻ മറന്നു. ആ സമയം നോ എന്ന് വന്നപ്പോൾ മറന്നു എന്നുള്ളത്. 2 വാക്കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ആദ്യം പറഞ്ഞു, ബാക്കി ഉള്ള എല്ലാ പടികളിലും കൂടെ നമ്മൾ സഞ്ചരിച്ച് അല്ലെങ്കിൽ 11-ാം പടിയിലേക്ക് വരുവാൻ പ്രിപ്പയർ ചെയ്തു. ഇതിനകത്തൊരു ഹയർ പവർ കൺസെപ്റ്റ് എന്നുള്ള നമുക്ക് നോക്കാം. 1-ാമത്തെ പടിയിൽ നമ്മൾ പ്രോബ്ലം അഡ്മിറ്റ് ചെയ്തു, വി ആർ പവർലെസ്. 2-ൽ നമ്മളൊരു സൊല്യൂഷൻ കണ്ടു, പവർ. 3-ൽ നമ്മളൊരു തീരുമാനമെടുത്തു, നമ്മുടെ ജീവിതവും ഇച്ഛയും
ഒരു പവറിന് വിട്ടുകൊടുക്കാൻ, അല്ലെ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ. നാലാമത്തെ, ഈ പവറിൽ നിന്ന് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ കണ്ടെത്തി. 5 മുതൽ 9 വരെ ഈ ബ്ലോക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോന്നോരോന്നായിട്ട് നുള്ളിയെടുത്ത് കളഞ്ഞു. 10-ലായപ്പോൾ നമ്മൾ ഈ പ്രവൃത്തി തുറന്നുകൊണ്ടിരുന്നു. 11-ൽ നമ്മൾ ആ ഫെയ്ത്ത്, ഈ പവർ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഒരു ഗുണം കൂടെയുണ്ട് 11-ാം പടി. ഈ പവർ മനസ്സിലാക്കിയാൽ നമുക്ക് മറ്റുള്ളവർക്കും ഈ പവറിനെ കണ്ടെത്താനുള്ള വഴി പറഞ്ഞു കൊടുക്കാം. ബിഗ് ബുക്കിൽ ആദ്യം മുതൽ പറയുന്ന കാര്യം ആണ് ഈ ഒരു സെക്കൻഡ്, ഇത് ബി അഗ്നോസ്റ്റിക്സ് പറയുന്നു 45-ാമത്തെ പേജിൽ. ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ദിസ് ബുക്ക് ഈസ് അബൌട്ട്. ഈ പുസ്തകം ഇതിനെ കുറിച്ചാണ് പറയുന്നത്. Its main object is to enable you to find a power greater than yourself, which will solve your problem. നിങ്ങളെക്കാൾ വലിയൊരു ശക്തിയെ കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുകയും ആ പ്രശ്നങ്ങൾ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും മാറാൻ സഹായിക്കും. ദാറ്റ് മീൻസ്, അതിൻ്റെ അർത്ഥം, വി ഹാവ് റിട്ടൺ എ ബുക്ക് വിച്ച് വി ബിലീവ് ടു ബി സ്പിരിച്വൽ ആസ് വെൽ ആസ് മോറൽ. അതിൻ്റെ അർത്ഥം ഞങ്ങളൊരു പുസ്തകം എഴുതിയിരിക്കുന്ന ആത്മീയവും ധാർമ്മികമായിട്ടുള്ള പുസ്തകമാണ്. And it means, of course, that we are going to talk about God. തീർച്ചയായിട്ടും ഞങ്ങൾ ദൈവത്തെക്കുറിച്ച് തന്നെയാണ് പറയാം. ഇത് തന്നെയാണ് 11-ാമത്. ആ വലിയ ശക്തിയെ മനസ്സിലാക്കുവാനുള്ള 1 മുതൽ 10 വരെയുള്ള പട്ടികൾ. ഒരു രീതിയിൽ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, 10-ാം പടി വരെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും പലരും കണ്ടുവരുന്നൊരു കാര്യം, then you are ready to sponsor other members. ഇത്രയാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. താങ്ക് യു. ഇത് ബുക്കിൽ നിന്നും എൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ ധ്യാനം എന്നുള്ള ഭാഗത്തെ ഞാൻ വളരെയധികം വിട്ടുകളഞ്ഞു. കാരണം ഐ ആം നോട്ട് ആൻ എക്സ്പേർട്ട് ഓൺ ദാറ്റ് ഫീൽഡ്. ദർ ഈസ് അത് 100 കണക്കിന് പിന്നെ മെഡിറ്റേഷൻ ടെക്നിക്സും ഒക്കെ ഉണ്ട്. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള അവൈലബിൾ. പ്രെയർ എന്നുള്ളത് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, രാവിലെ എണീക്കും, ചായ കുടിക്കും, ഞാൻ ചെയ്യുന്ന പല്ല് തേക്കും, ഈ കാര്യങ്ങൾ, പേപ്പർ വരുവാണെങ്കിൽ പേപ്പർ വയ്ക്കും. അതിന് ശേഷം എൻ്റെതായിട്ടുള്ള നോർമലി ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ സെർനിറ്റി, 10 സ്റ്റെപ്പ്, 7 സ്റ്റെപ്പ് ഈ പ്രയറുകൾ, പിന്നെ എൻ്റെതായിട്ടുള്ള മതപരമായിട്ടുള്ള വളരെ ചെറിയ 1-2, പിന്നൊരു നമ്മുടെ ബേസിക് ടെക്സ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു പുറം ആസ്ബിൾ സീസിറ്റോ ഡെയിലി റിഫ്ലക്ഷനോ, പിന്നെ ഒരു 24 വേറെ നോൺ കോൺഫറൻസ് അപ്രൂവ്ഡ് ആയിട്ടുള്ള 1-2 പുസ്തകങ്ങൾ അതിൽ നിന്നുള്ള ഒരു പുറം വായിക്കും. പിന്നെ കുറച്ചൊന്ന് അത് വായിച്ചതൊന്ന് റിഫ്ലക്റ്റ് ചെയ്യും എന്താണെന്നുള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോലെ എന്താണ് എന്നുള്ളത്. ഒന്നൊരു മെയിനായിട്ടുള്ള പ്രാർത്ഥന ഇന്ന് തീർച്ചയായിട്ടും ഇത് തന്നെയാണ്, ഭഗവാൻ ഇന്ന് എന്നെ മദ്യത്തിൽ നിന്നുള്ള ഒന്ന് മാറ്റി നിർത്തണേ എന്നുള്ളത്. ഇന്നത്തെ ഒരു ദിവസം മനോഹരമാക്കാൻ അങ്ങയുടെ സഹായം ആവശ്യമുണ്ട്. അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, തുടക്കത്തിലൊക്കെ ഒരുപാട് ഞാൻ കോംപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ പ്രയത്നങ്ങൾ. വളരെ കടിച്ചാൽ പൊട്ടാത്ത സംസ്കൃത ഇതും പിന്നെ മെഡിറ്റേഷന് വേണ്ടി ഞാനൊരു കറസ്പോണ്ടൻസ് കോഴ്സിലും ഒക്കെ ചേർന്ന വ്യക്തിയാണ്. ആദ്യമേ മെഡിറ്റേഷൻ എന്നുള്ളത് പഠിക്കാന്നുള്ള രീതിയിലൊക്കെ സ്പോൺസർ ചന്ദ്രവാൻ, ഇത് ഈ പടി നീ ഒന്ന് വായിക്കുക, എങ്ങനെ എഴുതിയിരിക്കുന്നത്, മെഡിറ്റേഷൻ ആൻഡ് പ്രയർ എന്നാണോ പ്രയർ ആൻഡ് മെഡിറ്റേഷൻ എന്നാണോ എഴുതിയിരിക്കുന്നത്? ഫസ്റ്റ് പ്രയർ ദെൻ മെഡിറ്റേഷൻ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അതിന് എനിക്ക് വേറെ വലിയ കോംപ്ലിക്കേറ്റഡ് ഫിലോസഫിക്കൽ ടെക്സ്റ്റിലൊന്നും എനിക്ക് പോകേണ്ടി വന്നിട്ടില്ല. പ്രയർ കഴിഞ്ഞതിന് ശേഷമുള്ളൂ മെഡിറ്റേഷൻ. ആ ഒരു എന്താ പറഞ്ഞ ആ ഒരു റിസൾട്ട്, അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡത്തിലേക്ക് വരാൻ ഈ പാലത്തിൽ കൂടെ ഈ പടം വരച്ച് വെച്ചിരുന്നെങ്കിൽ, ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ബുക്കിൽ നിന്നാണ്. റിക്കവറി, ഞാൻ പറയാം, റിക്കവറി ഡൈനാമിക്സ് എന്ന് പറഞ്ഞ അതിപ്രശസ്തമായിട്ടുള്ള റിക്കവറിങ് ഇതിൻ്റെ ഒരു ബുക്കിലെ ഒരു ഗ്രാഫിക്സ് ആണ്. ആ ബുക്ക് അവൈലബിൾ ആണ്, ഇച്ചിരി കോസ്റ്റ്ലി ആണ്. എൻ്റെ 6000 റുപ്പീസ് കണ്ടുണ്ട്. ആ ബുക്കിന് 200-400 പേജേ ഉള്ളൂ.
പക്ഷേ വളരെ പ്രസിദ്ധമായിട്ട് മിക്കവാറും ആദ്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ ഇതിനു വേണ്ടി പറഞ്ഞതല്ല. പല യൂറോപ്യൻ കൺട്രീസിലും അവര് പിന്നെ അവരുടെ പിന്നെ ട്രീറ്റ്മെന്റ് സെന്റേഴ്സിലുള്ള കൗൺസിലിംഗ് സെഷൻസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കാണ്. അത് ഒരു വേറൊരു കോൺഫറൻസ് ലിറ്ററേച്ചർ ഞാൻ പറഞ്ഞതിൽ ക്ഷമ ചോദിക്കുന്നു. അത് ആ ബുക്ക് വായിക്കാൻ വേണ്ടി ആരെയും പ്രേരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷേ ഇത് എൻ്റെ മാത്രം സൃഷ്ടിയല്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.